എവിടെ പോയാലും ടീച്ചർ ഇവിടെ വണ്ടി ഒന്നും എളുപ്പം വിടണം. മഴ കൊണ്ടെല്ലാം നനി അവിടെ എത്തണതിന് മുമ്പ്. എടാ വണ്ടി നിർത്തണോ? ഇവിടെ വണ്ടി നിർത്തണോ? സവാരി റെഡിയാണേ. സവാരി വണ്ടി നിർത്തി വെറുതെ തൊള്ളേ കുടുങ്ങി ചാവൂ ഇപ്പൊ. ഓക്കെ ഓക്കെ. പനിയാണ്ടവാ എടുക്കോ. താനെന്ത് പണിയാടോ ഈ കാണിച്ചേക്കണം? തനിക്ക് ഇത്ര ഓപ്പൺ പ്ലേസ് ഉണ്ടായിട്ട് എല്ലാം ഇവിടെ കൂട്ടിയിരുന്ന കാര്യം ഉണ്ടാ? എന്റെ മമ്മി പറഞ്ഞിട്ടുണ്ട് ഒന്നും കളയുന്നത് അത് എബ്രോഡിന്ന് പറഞ്ഞിട്ടുള്ളതാ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സരോമനെ. വീട് മാറി വന്നപ്പോ ഒലക്ക കൊണ്ടുവന്നായിരുന്നു അവന്റെ പായ കുത്തി ഇറക്കാൻ. ഇത് നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഇത് ഒരു അന്തവും ഇല്ല കുന്തവും ഇല്ല. അത് കുറെ നേരമായല്ലോ ഈ പോക്ക് തുടങ്ങിയിട്ട്. എന്റെ പൊന്നി ചേച്ചി പോകുന്ന വഴിയെല്ലാം ട്രെയിൻ പിടിച്ചിടുന്ന പോലെ വണ്ടി പിടിച്ചിട്ട് എങ്ങനെ താനാ? ചേട്ടാ ഒന്ന് പറഞ്ഞു കൊടുത്താ. ഇത് ദൈവമേ, ഈ ചെക്കൻ കാരണം കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് കൊടുത്തു. നാട്ടുകാരുടെ ശല്യം കഴിയുമ്പോൾ വേറെ സ്ഥലത്തോട്ട് താമസം. ഈ പാലായൻ എന്ന് അവസാനിക്കുന്നത്? വണ്ടിയാണെങ്കിലാ പെട്രോൾ പമ്പിലേക്ക് നിർത്തണ പോലെ എല്ലാ കടയുടെ മുമ്പിലും അവന് കാണുന്ന സാധനം മുഴുവനും മേടിച്ചു. കണക്ക് എഴുതി മനുഷ്യന്റെ വശം കഴിച്ചു. എടോ കളിച്ചേക്കത് വേണോ? അവനായിട്ട് കളിച്ചേക്കത് വണ്ടി എടോ അതൊക്കെ അവനെ പഠിപ്പിച്ചേക്കണ പുറത്തെറിയാൻ പാടുന്നത്. അത് നമുക്ക് അവിടെ ചെന്ന് ക്ലീൻ ചെയ്യാം. വാടോ ഇത് മഴ നനയുന്ന മുമ്പ് അവിടെ വെത്തണം. അവിടെ ചന്ദ്രൻ അങ്ങനെ കുറേക്കാ എന്തുവാ ഇത്? വരീതേ അതെ, ഞങ്ങളുടെ എബ്രോഡിലെ ചോദ്യവും പറിച്ചിട്ടൊന്നുമില്ല. നേരെ ഒറ്റ പോക്ക അങ്ങോട്ട്. വെറുതെ അല്ല അറബി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ആവശ്യമില്ലാത്തതൊക്കെ ഒന്നും സംസാരിക്കാതിരിക്കേ. പിന്നെ അതൊന്നും അല്ല, എന്റെ വിസ തീർന്നിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. എന്താ ചേച്ചി ഇങ്ങനെ? അതൊന്നും അല്ല ശാലിനി, അവിടെ ചെന്ന് സെറ്റിലായിട്ട് വേണം എനിക്കും എന്റെ സൗരവും മോനും ഒരു കല്യാണം കഴിക്കാൻ. നിങ്ങൾ കൊള്ളാലോ ഉള്ള. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടല്ലേ ആ ചെറുക്കനുണ്ടായത്? എന്നിട്ട് നിങ്ങൾക്ക് ഇനി കല്യാണം കഴിക്കണോ? കുഴപ്പമില്ല, അതുകൂടെ ഞാൻ സെറ്റാക്കി തരാം. ആ കമ്മീഷൻ തന്നാൽ മതി. അതല്ല പരീതേ, ആ കാലമാടൻ എന്റെ ജീവിതത്തിൽ നിന്ന് പോയതിനോട് കൂടിയാണ് ഞങ്ങള് രക്ഷപ്പെട്ടത്. ഇനി അത് ഓർക്കാൻ കൂടി വയ്യ. എടോ താൻ വണ്ടി എടുക്കണ്ട, അല്ലെങ്കിൽ ഞാൻ വണ്ടി എടുക്കാം. മഴ വീഴും ഇപ്പൊ, സാധനങ്ങളൊക്കെ നനയും. ഒന്ന് വണ്ടി ഇറോ വന്നിട്ട്. ഇനിയിപ്പോ ഇതും കൂടി വേണോ? ഈ കാറ്റിന്റെ കൂതിയെ ഈ മനം കൂതി ആവുമ്പോ പഴം തിന്ന് തീർക്കാൻ തീരും. എല്ലാരും ഇല്ലേ? അതിന് ഞങ്ങളാരും ഇറങ്ങിപ്പോയില്ലല്ലോ, താനല്ലേ ഇറങ്ങിപ്പോയത്. ചേച്ചിയോടൊന്ന് വഴി ചോദിച്ചിട്ടോ. ഇനി വഴി തരാൻ ഞാൻ സമ്മതിക്കാം. സവാരി റെഡിയായി. പേടിക്കണ്ട. നല്ല ഒന്നാം തരം കസ്റ്റമറാ, മൊത്തം മേടിച്ചടിച്ചോളും. ഞാനങ്ങ് വല്ലാണ്ടായിപ്പോയി. എന്തായി? കഷ്ടമായി പോയി. നിങ്ങളുടെ മകൻ കാരണം കൊണ്ട് പുതിയ ബുക്ക് മേടിക്കേണ്ട ഗതിയാണ്. വിറ്റ സാധനം ഞാൻ തിരിച്ചെടുക്കത്തില്ല. വിറ്റ സാധനം തിരിച്ചെടുക്കത്തില്ല ചേട്ടാ. വിറ്റ സാധനം തിരിച്ചെടുക്കത്തില്ല. എനിക്ക് പൈസ കിട്ടണം. എനിക്ക് പൈസ കിട്ടണം. നിങ്ങളെ അടങ്ങിയിരിക്കുന്ന വണ്ടി നിർത്തി ആൾക്കാരൊക്കെ ഓടി വരുന്നു. രാഘവൻ ചേട്ടൻ വരുന്നു. ഇതേതാണ് പുതിയ അവതാരം? എന്താണ് ഇവിടെ പ്രശ്നം? നീ കാണണ അങ്കിൾ ഇവിടെ നല്ല ഹോട്ടൽ ഇവിടെ ഇല്ലല്ലോ അടുത്തൊന്നും. 2 കിലോമീറ്റർ അപ്പല്ലേ ഉള്ളത്. പ്രശ്നമൊന്നുമില്ല ചേട്ടാ. ഈ കോളനിയിലേക്ക് പോകുന്ന വഴിയതാ. ഏത് കോളനിയാടാ? സെറ്റിൽമെന്റ് കോളനി. നീ ഇപ്പൊ ഉണ്ണിയപ്പ കച്ചവടമൊക്കെ നിർത്തി ഇപ്പൊ പാവ കച്ചവടമായോ? ലോട്ടറി ഒരെണ്ണം എടുക്കട്ടെ? ഞങ്ങ ഇന്ത്യയിൽ നിന്ന് ലോട്ടറി എടുക്കാറില്ല. ഞങ്ങ എബ്രോയിഡിൽ നിന്നാണ് ലോട്ടറി എടുക്കുന്നത്. എബ്രോയിഡിൽ നിന്ന് ലോട്ടറി എടുത്തതിന്റെ ഒരു ഫലമാണ് ഇത്. നിനക്ക് എങ്ങോട്ടാണോ പോകണ്ടേ? ആ സെറ്റിൽമെന്റ് കോളനിയിലേക്ക്. മഴയ്ക്ക് മുമ്പ് പോകാൻ നോക്ക്. ഞാൻ സുധാകരനെ ഒന്ന് വിളിച്ചു പറയാം.
അത് പോവാ, നിങ്ങൾക്ക് എളുപ്പം പോവാ. ഇനിയും വഴി ചോദിക്കേണ്ടി വരും ഉടച്ചവിടെ. വണ്ടി